പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ ഇവിടെ വരുന്നവരെ നമുക്ക് താങ്ങാനുള്ള സൗകര്യം ഇപ്പോഴും ഇല്ല. ഇവിടെ വരുന്ന ആരും ഭക്ഷണം കഴിക്കാതെ പോയി. ഇത് ഗാന്ധി ഭവൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ മലയാളികളാണ്. ഉണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം യൂസഫ് അലി സാഹിബ് മുതൽ ഉണ്ട്. അതെ. അങ്ങനൊരു വലിയ, അതായത് ലോകത്തെമ്പാടും 180 രാജ്യങ്ങളിലാണ് മലയാളികളുടെ പ്രസൻസ് ഉള്ളത്. അതെ അതെ. ആ 180 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരാത്ത ചുരുക്കമാണ് മലയാളികൾ. എങ്ങനെയാണ് യൂസഫ്, അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ ആകർഷണമായത്? യൂസഫ് അലി സാറ് വരാനുള്ള ഒരു പ്രധാന കാരണമായത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ TK നായർ സാർ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ ഏതോ ഒരു അവസരത്തിൽ ശ്രീ പിണറായി പറഞ്ഞു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ഒന്നും ആയിട്ടില്ല. അദ്ദേഹം ഇവിടെ യാദൃച്ഛികമായി വന്ന് അപ്പം അദ്ദേഹത്തിന് അത് വലിയ താല്പര്യമുണ്ടായി. അങ്ങനെയാണ് യൂസഫ് അലി ഇവിടെ വരാനിടയായത്. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഒരു നിമിത്തമാണ്. ഒരു നിമിത്തം അദ്ദേഹം വഴിയാണ് യൂസഫിലൂടെ അത് പിന്നെ ഇവിടെ പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാകും എന്ന് TK നായർ സാർ പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി അധികം സംസാരിക്കത്തില്ല. അതെ, എങ്കിലിങ്ങനൊരു സ്ഥാപനമുണ്ട്, കാണുന്നത് നല്ലതാണ്. ഒറ്റവാക്കേ പറഞ്ഞോളാം. ഞാൻ പിന്നീട് അറിഞ്ഞത്. അതെ, ഇപ്പൊ അടുത്ത ഓൾറെഡി 15 കോടി അമ്മമാർക്ക് കെട്ടിടം അവർ തന്നെ വന്നു പണിഞ്ഞു അവിടെ നേതൃത്വത്തിൽ. രണ്ടാമത് അച്ഛന്മാർക്ക് വേണ്ടി 20 കോടിയുടെ പുതിയ ബിൽഡിംഗ്. അത് എന്നാ ഇനാഗുറേറ്റ് ചെയ്യുന്നു? അതിപ്പോ ഒരു 1-2 മാസത്തിനകത്ത് ഫിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിത്തങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹവുമായിട്ട് നീണ്ട വർഷത്തെ ബന്ധങ്ങളാണ് എനിക്കുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹം ഒന്നാമത് മൻമോഹൻ സിംഗിൻ്റെ, അതായത് പേഴ്സണൽ സെക്രട്ടറിയായ TK നായർ സാറ്, അദ്ദേഹമാണ് ആദ്യം ഇങ്ങനൊരു സ്ഥാപനത്തെ പറ്റി പറയുന്നത്. അവരൊക്കെ പറയണമെങ്കിൽ നിസ്സാരമല്ല, കണ്ണിൻ്റെ മുന്നിൽ കണ്ടതും ചെവിയിൽ കേട്ടതും മാത്രമേ അവർ പറയത്തുള്ളൂ. പക്ഷേ അതിനുശേഷം അല്ലേ ഗാന്ധി ഭവൻ്റെ മുഖച്ഛായ മാറുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല? ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും ബാധ്യതകളും ഉണ്ട്. കാരണം നമുക്ക് കുറേ അധികം ബ്രാഞ്ചുകൾ ഉണ്ടാക്കേണ്ടി 47-ലധികം. ഇപ്പൊ ഇവിടെ വരുന്നവരെ നമുക്ക് താങ്ങാനുള്ള സൗകര്യം ഇപ്പോഴും ഇല്ല. ഈ കെട്ടിടം വരുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ പ്രഗത്ഭരായ ഇപ്പം ആളുകൾക്ക് പറയാറുണ്ട്, എനിക്ക് മക്കളോട് പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് മണി കേട്ടതാണ്. മക്കൾ 2 പേരും അമേരിക്കയിലാണ്. അങ്ങനെ വീട്ടിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ അപ്പൻ ഈ മക്കളോട് പറഞ്ഞു, നീ ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ ഗാന്ധി ഭവനിൽ പോകുന്നു. ഇപ്പൊ ആളുകൾക്ക് ഒരു ട്രസ്റ്റ് ആയിട്ട് മാറി ഗാന്ധി ഭവൻ. അതൊരു മാസ്റ്റർ പീസ് ആയിട്ട് പലരും എന്നെ കാണാൻ പറയും. കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും പപ്പയും മമ്മിയും കൂടെ പറഞ്ഞു ഗാന്ധി ഭവൻ പോകുന്നു. അവര് ഗാന്ധി ഭവൻ വന്നിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല, ഗാന്ധി ഭവനെ കുറിച്ച് കേട്ടറില്ല. അപ്പൊ ഞങ്ങളെ വരട്ടാൻ അവരിപ്പോഴും ഇങ്ങനെയാ പറയുന്നത് ഗാന്ധി ഭവൻ എന്നുള്ളത്. അതെ, ഇപ്പം ഗാന്ധി ഭവനിൽ നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് അവർക്ക് ഡ്രസ്സിങ് ആയാലും, ഞാനും ഒന്ന് കണ്ടതാണല്ലോ, പേഷ്യൻസിനോട് അപ്രോച്ച്, നല്ല ഫുഡ് ആയാലും ഒരു ദിവസം തന്നെ 1500-ലധികം പേർക്ക് വെച്ച് വിളമ്പുക വെച്ചാൽ കൊച്ചു കാര്യമല്ല. എത്ര ചാക്ക് അരി വേണം? ഇവിടെ 4 ചാക്ക് അരിയുടെ ചോറ് ഉച്ചയ്ക്ക്. പിന്നെ കറികളൊക്കെ എന്തൊക്കെയാ ഒരു ദിവസം? വളരെ അതിനൊരു കാരണമുണ്ട്, ഒരു നിമിത്തമുണ്ട്. 2005 നമ്മുടെ ക്രിസോസ്റ്റം വലിയ തിരുമേനി ഇവിടെ വന്ന് ഞങ്ങളൊന്നും പറയാതെ തന്നെ വന്നേ. ഇതുവഴി വന്നപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ കയറിയിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞുങ്ങളെല്ലാം ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കൈകളിലെല്ലാം പിടിച്ചു. അദ്ദേഹം ഇവിടെ കയറി വന്നു. വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രയാസത്തിലൊക്കെ കഴിയുക. അപ്പൊ തിരുമേനി പറഞ്ഞു, ഞാൻ കടന്നു വരുമ്പോൾ ഒരുപാട് പാവപ്പെട്ടവരെ കണ്ടു, അത്രയും ഡെവലപ്പായില്ലേ. അപ്പൊ നമുക്ക് അവർക്കും കൂടെ ആഹാരം കൊടുത്താലോ? ഇവിടെ ഒരു ബോർഡ് വെക്കണം, വരുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് ആഹാരം കഴിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, തിരുമേനി അത് ഇവിടെ തന്നെ നമ്മള് ഒരുപാട് കടബാധ്യതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അതെങ്ങനെ സാധ്യമാകും? അപ്പൊ തിരുമേനി പറഞ്ഞു, കൊടുത്താൽ മതി, വന്നോളൂ. ആ ഒരു വാക്ക് അതൊരു പൊൻവാക്കായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു നമ്മൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ശരി, നമുക്ക് തിരുമേനി പറഞ്ഞില്ലേ കൊടുക്കാം.
ഇലയിട്ട് പരിപ്പ് പപ്പടം പ്രധാനം സദ്യ കൊടുക്കണം. അത് ആ 2005 തുടങ്ങി. 2000 ഇന്ന് വരെ തുടങ്ങും. അപ്പൊ ഇവിടെ താമസിക്കാത്ത ആൾക്കാർ വന്ന് ആഹാരം കഴിക്കാം. ആര് വന്നാലും ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്ന ആരും ഭക്ഷണം കഴിക്കാറുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പോലും ഇവിടുന്ന് കഴിച്ചു. അദ്ദേഹത്തിന്റെ പ്രോട്ടോകോളിൽ അതില്ല. എന്നിട്ടും അദ്ദേഹം ചോദിച്ചു ഇവിടുന്ന് കഴിച്ചു. അവർ അതെ, ജാതികൾക്കും മതത്തിനും നിറത്തിനും അതീതമായി വരകൾ വാക്കുകളായി അത് വർണ്ണങ്ങളായി ചാലിച്ചെടുത്തപ്പോൾ നിരവധി ആളുകൾക്ക് അഭയമായി. കരഞ്ഞ് തീർന്ന കണ്ണീർ ഉണങ്ങിയ കണ്ണുകൾ വീണ്ടും അത് വികസിക്കാൻ തുടങ്ങി. അത് കാഴ്ചയായി മാറി. ആ കാഴ്ച കൊണ്ട് എത്തിച്ചത് 1-2 കുടുംബങ്ങളെയല്ല, ഏകദേശം 2500-ലധികം പാവപ്പെട്ടവരല്ല, പല തരത്തിലുള്ള ആളുകൾ. ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മക്കൾ പറയുക, ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ അവർ തൻ്റെ അടുത്തോട് പറയാറുണ്ട്, ഞങ്ങൾക്കുണ്ട് അഭയസ്ഥാനം ഗാന്ധി ഭവൻ. അതെ, അതൊരു ചരിത്രമാണ്. നമ്മുടെ കേരളത്തിൽ ഇത്രയും ചരിത്രപരമായ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടും അല്ലേ മലയാളികൾ പോയി ഇരിക്കാത്ത വേദികളില്ല. ഇന്ന് വൈറ്റ് ഹൗസ് മുതൽ പിന്നെ ഇന്ന് ലോകത്തിൻ്റെ ഏത് സാമ്രാജ്യങ്ങളായാലും മലയാളിയുടെ സ്ഥാനം മിടുക്കന്മാരാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ തലവെട്ടി കൊടുക്കും. പക്ഷേ നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ രണ്ടുമുണ്ട്. അതേതൊക്കെ 2 ഭാവങ്ങൾ തിരിച്ചറിഞ്ഞതൊക്കെ? ഒന്ന്, സ്നേഹിച്ചാൽ നമുക്ക് സഹിക്കാനൊക്കാത്ത സ്നേഹിക്കും. ഇനി ഒരു റിവഞ്ച് വന്നു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കുക എന്നുള്ള ചിന്തയായിരിക്കും. സ്വയം നശിച്ചാലും വേണ്ടിയില്ല മറ്റവനെ നശിപ്പിക്കുക. അത് തന്നെ ധാരാളം നമ്മുടെ നടക്കുന്ന കേസുകൾ വന്നു. ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ 1/2 സെന്റ് സ്ഥലത്തിന്റെ ഒരു വഴിക്കായിരിക്കും. പക്ഷേ ഈ ഉറുമ്പ് പച്ചുറുമ്പ് പിടിക്കുന്ന പോലെ അങ്ങ് പിടിക്കുന്ന സ്വഭാവം മലയാളി. അവർ മരിച്ചാലും വേണ്ടില്ല, തകർന്നാലും വേണ്ടിയല്ല. പക്ഷേ എങ്കിലും കേട്ടോ, എന്റെ അനുഭവത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല ആളുകൾ നമ്മുടെ മലയാളികൾ തന്നെയാണ്. ഇത് കോഫി വിത്ത് ലൂക്കിൽ ഒരു പുതിയ തിരിച്ചറിവാണ്. മലയാളി സമർത്ഥരാണ്, അവരെത്തിച്ചേരാത്ത മേഖലകളില്ല. പക്ഷേ 2 സ്വഭാവമുണ്ട് മലയാളിക്ക്. ഇത് പക്ഷേ ലോകത്തെമ്പാടും ഇത് കേൾക്കുന്ന കോഫി വിത്ത് ലൂക്കിലെ പ്രേക്ഷകരോട് ലെറ്റ് മീ ടെൽ യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ആർ റെഡി ടു എൻകറേജ് സമ്മൺ, നിങ്ങൾ എൻകറേജ് ചെയ്താൽ അതേ അളവിൽ നിങ്ങൾക്ക് കിട്ടും. സമരായ സാർ പറഞ്ഞു, അദ്ദേഹം ധാരാളം അനുഭവമുള്ള. ഞാൻ ചോദിക്കുകയായിരുന്നു, ഇവിടെ ധാരാളം ആളുകൾ ഒന്ന് പരിപാടി നടത്താറുണ്ട്. ഈ പരിപാടി നടത്തുമ്പോൾ എത്ര ശതമാനം ഇവിടെ നന്മയായി മാറുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞത് 20% ഉള്ളൂ. ബാക്കി അവരുടെ സംഘടന വളർത്താനോ അവരുടെ പേരോ പടങ്ങളോ ഒക്കെ വരാൻ വേണ്ടി ഗാന്ധി ഭവനിൽ വന്ന് പരിപാടി നടത്തി. അപ്പം ആളുകൾ ചിന്തിക്കുന്നത് ഇവർ കോടികൾ കൊണ്ട് കൊടുത്തിട്ടെന്നായിരിക്കും അല്ലേ സാർ? അത് അതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കുറേ ആളുകൾ വരുന്നു. അല്ല, ഓഡിയൻസ് വേണ്ട, ഓഡിയൻസ് വേണ്ട. ഇവിടെ ഓഡിയൻസ് ഉണ്ട്. ഇവിടെ വരുന്നതെന്ന് പറയുന്നത് പല സംഘടനകളും വരുമ്പോൾ ഒരു ബാനറും കൊണ്ട് വന്നാൽ മതി. ഇവിടെ മൈക്കുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്, ഓഡിയൻസും ഉണ്ട്. പക്ഷെ അവർ വരുന്നു, പ്രോഗ്രാം നടത്തുന്നു. അപ്പൊ ഞങ്ങൾ ആരോടൊന്നും ചോദിക്കാറില്ല. വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. ചിലർ എന്തെങ്കിലും സഹായിക്കും, ചിലർ പിന്നീട് സഹായിക്കും, ചിലർ ഗാന്ധിയെ കണ്ടത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും. അപ്പൊ നമ്മൾ കണക്കാക്കുന്നേ ഈ വന്ന ഒരാളെല്ലാം കൂടി ഇനി തരണ്ട, ഇത് പറഞ്ഞ് ചെറിയ 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 ഒരു ചെറിയ തുള്ളികൾ പോലെ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇത് ഈ പറയുന്ന വാക്കുകളൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അദ്ദേഹത്തിന് അടയാഭരണങ്ങളൊന്നുമില്ല. എനിക്ക് നീണ്ട വർഷങ്ങളിൽ അദ്ദേഹത്തെ അറിയാം. ഒരുപക്ഷെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഒരുപക്ഷെ നിങ്ങളിവിടെ വന്നിട്ട് പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങളെ വെറുതെ അല്ല അവർ വിടുന്നത്. നിങ്ങൾ വന്നൊരു ഐക്യം, ഒരു അടയാളമാണ് അത്രമാത്രം. അതായത് മനുഷ്യന് വേണ്ടുന്ന ഒരു നല്ല പുരുഷൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞ എപ്പോഴും വജ്രം പോലെ കാഠിന്യമുള്ള തീരുമാനം, വെള്ളം പോലെ ഒഴുകുന്ന ദയ, പൂ പോലെ മൃദുലമായ മനസ്സ് അല്ലേ? ഈ മനസ്സ് അതാണ് നമുക്ക് ആളുകളിലേക്ക് അല്ലേ? ഇപ്പം ഞാൻ സാർ പറഞ്ഞ വളരെ ശരിയാണ്. നമ്മളെ ലോകത്തിലെ ഏറ്റവും ചെറിയ ആളാണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി. അതായിക്കോളും. ഇപ്പം അംഗീകാരമൊന്നും ആരും പിടിച്ചു വാങ്ങണ്ട, നമുക്ക് തനിയെ കിട്ടും. നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം കിട്ടുന്ന ഞാൻ എൻ്റെ അനുഭവത്തിൽ വേറൊരാളിനെ ഒന്ന് ആശ്വസിപ്പിക്കും, ഒന്ന് ചിരിച്ചൊന്ന് ചേർത്ത് പിടിച്ചാൽ അത് മാത്രം മതി. നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ എപ്പിസോഡ്. ഇവിടെ വിരാമം വിടുകയാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയുക. നാം ആരാണ്, നാം എന്താണ്, നാം എങ്ങോട്ടാണ്. നാളെ നമ്മൾ ആരാന്ന് നമുക്കറിയില്ല, നാളെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. നാം കെട്ടിപ്പിടിച്ചിരിക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെ വിട്ടിട്ട് അല്ലേ, ഒന്നുമില്ലാതെ ആരെങ്കിലും തരുന്ന ഒരു തുണി ഇട്ടുകൊണ്ട് നമ്മൾ പോകും. തീർന്നു, അതോടെ അസ്തമിച്ചു.
പക്ഷെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളൊരു മെമ്മോറിയൽ സ്റ്റോൺ ആകണമെങ്കിൽ സോമരാജൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ അദ്ദേഹം പറയുകയാണല്ലോ, വെള്ളത്തിൽ കിടക്കുന്നൊരു തോണി ഒന്ന് ഉന്തിക്കൊടുത്താൽ അങ്ങ് പൊയ്ക്കോളും, കുറേ നടക്കണ്ട, പക്ഷേ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ഒന്ന് തള്ളിയാൽ മതി, ഒരു വാക്ക് പറയാനോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവൻ ധന്യമാകുകയാണ്. ഞാൻ നിങ്ങളുടെ പേര് ഉയർത്തിക്കെട്ടിയ ദിക്കറിയാതെ അലഞ്ഞു തിരിയുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ദിക്കുവാഹികളാകുവാൻ ഇന്ന് ഈ കോഫി വിത്ത് ലൂക്ക് ലോകത്തിലെമ്പാടുമുള്ള നിങ്ങൾ മിടുക്കരായിരിക്കാം, ധാരാളം സമ്പത്തുണ്ടായിരിക്കാം, സൗന്ദര്യമുണ്ടായിരിക്കാം. ഏത് നിമിഷവും നിങ്ങളുടെ മജ്ജയും മാംസവും ഏത് സമയം ഭംഗി നഷ്ടപ്പെടും, ഏത് സമയത്തും കിടപ്പിലാവാം. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കഴിയാത്ത മഹാദൗത്യം ചെയ്യുന്ന ഇതുപോലെയുള്ള ഗാന്ധി ഭവനെ പോലുള്ള സ്ഥാപനങ്ങൾ, ഇവിടെ ഒരു നിറവുമില്ല, ഒറ്റ നിറമേ ഉള്ളൂ, മനുഷ്യൻ. അത് ജാതിയോ മതമോ ആണെന്നോ പെണ്ണെന്നോ ഏത് അസുഖക്കാരെന്നോ എന്നൊന്നുമില്ല. അപ്പം അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. അങ്ങനെപ്പോലുള്ള വലിയ അങ്ങും എൻ്റെ ലൈഫിൽ വലിയൊരു ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനത് ഏറ്റെടുത്തത്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് 2 വർഷം കോവിഡിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാനത് ഷൂട്ടൊക്കെ ചെയ്യണം പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനൊരു അവസരം, ഞാൻ പറയും, ഹിസ് ടൈം ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ എന്നാണ്. ഈശ്വരനും കൂടെ വിചാരിക്കുക. ഒത്തിരി നന്ദി അങ്ങയുടെ ഈ വിലപ്പെട്ട സമയം. വളരെ സന്തോഷം. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം കണ്ടപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. പിന്നെ എത്രയോ തവണ നമ്മൾ കഴിഞ്ഞ ദിവസം സമൂഹത്തിൽ നമ്മളുണ്ടായിരുന്നു. പക്ഷേ അങ്ങ് ഈ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് തൊഴിലെടുക്കുന്നുണ്ട് അങ്ങനെ. അതോടൊപ്പം തന്നെ ഇത്തരം മോട്ടിവേഷൻസ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നത് എനിക്കറിയാം, പ്രവാസികൾക്ക് വേണ്ടിയല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ എത്തിക്കുകയും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നത് അത് അങ്ങയുടെ ദൈവം തന്ന ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു എന്തോ ഒരു കരുണായിട്ട് ഒരു വിത്ത് ഇട്ട് തന്നു. ഞാൻ അതിനകത്ത് ആലോചിച്ചോളൂ. അതുപോലെ അങ്ങേക്കും അതുപോലെ മറ്റൊരു വിത്ത്, അതിനെ അങ്ങ് ഒരു വലിയ പൂമരമാക്കി മാറ്റും. അപ്പം അതുകൊണ്ട് കോഫി വിത്ത് ലൂക്കിൽ അങ്ങയോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. അതിനേക്കാൾ വലിയ ഭാഗ്യമാണ് എനിക്ക് ഇത്രയും ആളുകളുടെ കൂടെയും അങ്ങയോട് കൂടെ ഇതുപോലെ. കാരണം വന്ന് ഈ സമയത്ത് കോഫി വിത്ത് നല്ല കടുപ്പത്തുള്ള കോഫിയാണ് അത്. അപ്പോൾ ആ കടുപ്പം പോലെ തന്നെയാണ്. കാരണം ഇതിനെ നമുക്ക് കൂടുതൽ പക്ഷേ ഇത് ചരിത്രമാകുകയാണ്. കാണാൻ ഒത്തിരി സന്തോഷം. വലിയ സന്തോഷം.